Hello, good morning. Good morning. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ആ പ്ലേസ് ഹോൾഡർ ചെയ്യാറുണ്ട്. പ്ലേസ് ഹോൾഡർ, JSON ഫയൽ. ജേസൺ. ജെയ്സൺ ഫയൽ വഴി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ. അത് കിട്ടിയായിരുന്നോ? ഔട്ട്പുട്ട് കിട്ടിയായിരുന്നോ? കിട്ടി. മൾട്ടിപ്പിൾ കിട്ടിയ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സെയിം ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരൊറ്റ ഫയലിനകത്ത് മൾട്ടിപ്പിൾ ടെസ്റ്റ് ലൂപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ ഞാൻ ഒന്ന് ചോദിച്ചു. ശ്രദ്ധിക്കാറുണ്ട്. ഒരു മിനിറ്റ്. നമ്മൾ ഇതിലെ ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം നമ്മൾ എങ്ങും യൂസ് ഉപയോഗിക്കുന്നില്ലല്ലോ. ചെയ്തിട്ടില്ല. ഈ ഡാറ്റ സെറ്റ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഒരൊറ്റ പ്രാവശ്യം, അതായത് ഒരു ഒറ്റ സിംഗിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലൂപ്പ് ഒന്നും ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡാറ്റ സെറ്റ് യൂസ് ചെയ്യാം. ഞാനത് ക്ലാസ് എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇത് ഓക്കെ. എന്താണ് ലൂപ്പ് ചെയ്യുന്നില്ല. ഞാൻ ലൂപ്പ് ചെയ്യുന്നില്ല. എനിക്ക് എന്ത് ചെയ്താൽ മതി? ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതിയെങ്കിൽ അത് നമുക്ക് ഈ ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് ലൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡാറ്റ ഡോട്ട് വിളിച്ചതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ഡാറ്റ സെറ്റ് ഡോട്ട് എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ. ശരി. ആര് ചെയ്തായിരുന്നോ? വീഡിയോസ് നോക്കിയായിരുന്നോ? ഞാൻ ആ ഇന്നലെ അയച്ച വീഡിയോസ് അതിനകത്ത് ഒബ്ജക്ട് മാനേജർ അല്ലേ, ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. എന്താണ് കേട്ടത്? ക്ലിയർ ആയില്ല. വിനിഷ മറ്റേ ഇന്നലെ അയച്ച വീഡിയോ ഇല്ല, അപ്പൊ ഒബ്ജക്ട് മാനേജർ വെച്ചില്ലേ, ഞാൻ അതിലില്ലായിരുന്നു. ഞാൻ മറ്റേ ആ ആഡ് ചെയ്ത് മറ്റേ ടാങ്കി പേജില്ലേ, അത് തന്നെ ആക്ച്വലി ശ്രീജ്യോതി ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു എനിക്കന്ന് ഇഷ്യൂ ആയിട്ടെ. ശ്രീജ്യോതി എന്നിട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ ഇത് അയച്ചു തന്നു. അപ്പൊ എനിക്ക് ഒബ്ജക്ട് മാനേജർ വലിയ ഐഡിയ ഇല്ല. ഞാൻ കുറച്ചത് നോക്കി. ഇപ്പോ വേറെ എന്തോ ഡിസ്കസ് ചെയ്യുന്നു അതിനകത്ത്. ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ക്ലിയർ അല്ലേ? വീഡിയോ ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഒബ്ജക്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഞാനിപ്പം മറ്റേ ക്ലാസ് വെച്ചിട്ടുള്ള അതില്ലേ, അതിന്റെ ഒരു എറർ കാണിക്കുന്നു. എനിക്ക് അന്ന് ചെയ്തോണ്ട് വരാൻ പറഞ്ഞില്ലേ, ഒരു എറർ കാണിക്കുന്നു. വോയിസ് ക്ലിയർ അല്ലല്ലോ, സ്റ്റക്ക് ആയി കേൾക്കണ പോലെ. ബ്രേക്ക് ഒരു ആയി മിനിറ്റ് കേൾക്കാം. ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടെ കണക്ട് ചെയ്യട്ടെ. പോയേ ആക്ച്വലി എനിക്ക് തോന്നുന്നു വിനിഷയുടെ അവിടുത്തെ സിസ്റ്റത്തിനാണെന്ന് തോന്നുന്നു. അതെയോ? ഇവര് പറയുന്നത് കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഞാനൊന്ന് ഇയർഫോൺ കണക്ട് ചെയ്ത് നോക്കിട്ടാ. ഹലോ കേൾക്കാം. ഹലോ കുഴപ്പമില്ല. കേൾക്കാം. ഓക്കെ. ഇതിനകത്ത് ഉണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. എന്തായിരുന്നു ഇഷ്യൂ? അതെന്തായിരുന്നു നമുക്ക് കാണിച്ചത്? വൺ ടെസ്റ്റ് ഫെയിൽഡ്. അതെന്തായിരുന്നു? ആ ലൊക്കേറ്റർ ആണ്. താങ്ക് യു മെസ്സേജ് ദിസ് ഡോട്ട് പേജ് കനോട്ട് അൺഡിഫൈൻഡ്. ഈ താങ്ക് യു മെസ്സേജ് ഇത് സെയിം ശ്രീജ്യോതിക്ക് വന്ന ഇഷ്യൂ അല്ലേ? ശ്രീജ്യോതിക്ക് സെയിം ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു മെസ്സേജ് ദിസ് ഡോട്ട് താങ്ക് യു മെസ്സേജ്, അതായത് ഈ താങ്ക് യു മെസ്സേജിനെ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ടു ഹാവ് ടെസ്റ്റിനകത്ത് താങ്ക് യു മെസ്സേജ് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദിസ് ഡോട്ട് താങ്ക് യു മെസ്സേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ എവിടെയാണ് യൂസ് ചെയ്തേക്കുന്നത്? അതായത് ഈ ലൊക്കേറ്റർ അല്ലേ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ. ഈ മെസ്സേജ്, അതായത് ഇവിടെ പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഡിഫറെൻ്റ് അല്ലേ?
അത് കണ്ടോ ഒരു 3 ഡോട്ട് വന്നേക്കുന്ന അവിടെ കോൺസ്റ്റ് താങ്ക് യു ആ വേരിയബിൾ നെയിം ആണ്. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് അല്ല എന്തോ വിഷയമുണ്ട്. റീഡിങ് സേവ് തന്നെ സേവ് ചെയ്തില്ലേ? താങ്ക് യു മെസ്സേജിന് ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുത്തു. സെയിം താങ്ക് യു മെസ്സേജ് നമ്മൾ അവിടെ ഗെറ്റ് ചെയ്ത് മെത്തേഡ് വഴി എടുത്തു. എന്നിട്ട് നമ്മൾ താങ്ക് യു മെസ്സേജ് എവിടെ ഇതിന് മുകളിൽ കൊടുത്തേക്കുന്ന ഓക്കെ താങ്ക് യു ഫോർ യുവർ ഓർഡർ. എന്നിട്ട് നമ്മുടെ വെരിഫൈ താങ്ക് യു മെസ്സേജ് എന്ന് പറഞ്ഞ മെത്തേഡ് എടുത്ത് ഓക്കെ വെരിഫൈ താങ്ക് യു മെസ്സേജ് അതിനകത്ത് നമ്മൾ മെസ്സേജ് പാസ് ചെയ്ത് കൊടുത്തു. അന്ന് നമ്മൾ താങ്ക് യു മെസ്സേജ് ദിസ് ഡോട്ട് ഇട്ട് വിളിക്കാത്തതായിരുന്നു ഇഷ്യൂ. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടായിരുന്നു, ഒരു ഇ എങ്ങാണ്ട് എക്സ്ട്രാ വന്നായിരുന്നു. അതായിരുന്നു അന്ന് ശ്രീജ്യോതിക്ക് വന്ന ഇഷ്യൂ. ചെക്ക് ദിസ് ഡോട്ട് എവിടെടാ? ഒബ്ജക്ട് ക്രിയേഷൻ അതെ 29th പേജിനെ പാസ് ചെയ്തിട്ടില്ല. അവിടെ ഓക്കെ സേവ് ചെയ്തേ. ഇനി സേവ് ചെയ്തിട്ട് റൺ ചെയ്യും. ഓക്കെ പാസ്സായി. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നില്ലേ? മെയില് എനിക്ക് തോന്നുന്നത് പബ്ലിക് ആയിട്ടാണ് വരുന്നത്. പ്രൈവറ്റ് ആവുമ്പോഴേ മെയിൽ വരുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് അസൈൻ ചെയ്യുമ്പോൾ മാത്രം അത് പ്രൈവറ്റ്ലി ഇടാൻ പറ്റുന്നില്ല. എന്തോ വിഷയം കാണിക്കുക നിങ്ങളുടെ ഈ ബാച്ചിലിടുമ്പോൾ. അപ്പം അത് ചിലതൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ ഇടുന്നത്. അതായത് അപ്പം ഇടാൻ പറ്റില്ല, ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഷെഡ്യൂൾ ചെയ്ത് വെക്കുമ്പോൾ അത് പബ്ലിക്കായിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മെയിൽ വരുന്നുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ ആ ചാനലിനകത്തൊന്ന് കയറി നോക്കിയാൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ. എന്തായിരുന്നു അതിനകത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ടോ നമ്മുടെ വീഡിയോസ്? അതെ ഞാൻ എല്ലാ വീഡിയോസും ഇടുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ വീഡിയോസ് എവിടെയാണ്? ഞാൻ നോക്കിയിട്ടേ ലിങ്ക് അയച്ചു തരാം. അയ്യോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് ആര്യയ്ക്ക് ആ ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു. ഞാൻ നമ്മുടെ ഷെയർ ചെയ്ത് തരാണ്. ഞാൻ നോക്കട്ടെ. അതിനകത്ത് പ്ലേ റേറ്റ് 10 AM അത് 9-ാം തീയതി ഇട്ടിട്ടുണ്ട്. 9 ഓക്കെ. അതുപോലെ തന്നെ 7-ാം തീയതി നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല. 8-ാം തീയതി ആയിരുന്നു തോന്നുന്നു ക്ലാസ് ഇല്ലാത്ത. 8-ാം തീയതി ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിന് 5-ാം തീയതി ഉണ്ട് തോന്നുന്നു. 5-ാം തീയതി വീഡിയോ കിടക്കുന്നുണ്ട്, 6-ാം തീയതി കിടക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ നോക്കട്ടെ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും. 9-ാം തീയതി ഓക്കെ. ഉണ്ടടാ, നമ്മുടെ വീഡിയോസ് ഉണ്ട്.
10 AM 7-ാം തീയതി വീഡിയോ ഉണ്ട്. 7 നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ഞാൻ കോപ്പി ചെയ്തില്ല. ഞാനിത് ഇട്ടുതരാം ലിങ്ക്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസത്തെ മാത്രം കിട്ടിയതില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ദിവസത്തെ മാത്രം ലിങ്ക് ഇട്ടേ. ഈ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത്. അല്ല, ഞാനിപ്പോൾ ചാറ്റിനകത്തൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത്. ഏഴാം തീയതി വന്നു. വീഡിയോസ് കിട്ടുന്നില്ല. ഞാൻ ദിവസം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പിറ്റത്തെ ദിവസമായിരിക്കും അത് ഷെഡ്യൂൾ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിറ്റത്തെ ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പറയണേ. 6-ാം തീയതി അതിനുശേഷം ഇട്ടേക്കുന്നത്. 6-ാം തീയതി ഇട്ടിട്ടുണ്ട്. 5-ാം തീയതി ഉണ്ട്, ഇതിനകത്തുണ്ട്. അഞ്ചാം തീയതി ഇട്ടിട്ടുണ്ട്. ഇനി ഏതൊക്കെയാ വേണ്ടേ? 6, 7, 5 ഇട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ 4 എന്തായിരുന്നു ഡേറ്റ്? 2-ാം തീയതിക്ക് കിട്ടിയായിരുന്നോ? 2-ാം തീയതി, 1-ാം തീയതി, 30-ാം തീയതിയൊക്കെ ഉണ്ട്. ഇതിനകത്തുണ്ട്, നമ്മുടെ വീഡിയോസ് അതിനകത്തുണ്ട്. എൻ്റെ പേരിൽ കിടക്കുന്നുണ്ടാവും, ഈ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നുണ്ടാവുക. പ്ലേ റൈറ്റ് വിനീഷ, പിന്നെ ഡേറ്റും ടൈമും ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബാച്ച് 10 AM ബാച്ച് അല്ലേ, അപ്പോൾ ഞാൻ 10 AM ഇട്ടിട്ടുണ്ടാവും അതിനകത്ത്. ഡേറ്റും ടൈമും പ്ലേ റൈറ്റ് വിനീഷ, പിന്നെ എന്താണോ ഡേറ്റ് ഉണ്ടാവും, നമ്മുടെ ടൈമും ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, അതൊന്ന് നോക്കി കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇന്നത്തെ വീഡിയോസ് ഇന്ന് തന്നെ ഇടാം, ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി എന്താ എടുക്കാനുള്ള? ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, നമുക്കിനി കോൺഫിഗറേഷൻ ഫയൽ ഇല്ല നമ്മുടെ. നമ്മൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കോൺഫിഗ് ഫയൽ. playwright.config.file.js എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. അപ്പോൾ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ആ കോൺഫിഗ് ഫയൽ കൂടെ എനിക്ക് കാണിച്ചു തരുമോ? നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഹെഡ്ലെസ് മോഡ് ഓഫ് ചെയ്തു, സ്ക്രീൻഷോട്ട് ചെയ്തു, വീഡിയോ ചെയ്തു. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ചെയ്തതാണോ അത് മുന്നേ ഉണ്ടായിരുന്നതാണോ? ഇതെല്ലാം നമ്മൾ ചെയ്തതല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ടൈം ഔട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്ത് വേണ്ട, ടൈം ഔട്ട് അസേഷൻസിന് സെപ്പറേറ്റാണ്. അത് നമ്മൾ ചെയ്തായിരുന്നോ? അസേഷൻസിന് വേണ്ടിയിട്ട് ടൈം ഔട്ട് സെപ്പറേറ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഈ ടൈം ഔട്ട് എന്ന് പറയുന്നത് എല്ലാത്തിനും വേണ്ടിയുള്ള ടൈം ഔട്ടാണ്. ഇനി അസേഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എക്സ്ട്രാ ടൈം വേണം. ഇപ്പം നമ്മളിവിടെ എന്താ ടൈം കൊടുത്തേക്കുന്നത്? 8 into 1000 ആണ്. എനിക്ക് അസേഷൻ്റെ ഡിഫോൾട്ട് ടൈം ഔട്ട് എന്ന് പറയുന്നത് 50 ആണ്. 50 into 1000 ആണ്. അപ്പോൾ എനിക്ക് അതിന് അസേഷൻസിന് വേണ്ടി മാത്രം നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ, ടൈം ഔട്ട് കഴിഞ്ഞിട്ട് എക്സ്പെക്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് ഇട്ട് കൊടുക്കുക. എക്സ്പെക്ട്, ഓക്കെ, അത് തന്നെ. എന്നിട്ട് ഫുൾ കോളർ ഇട്ടിട്ട് ഒരു കേളി ബ്രേസസ് ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ടൈം ഔട്ട് പറഞ്ഞു കൊടുക്കുക. എൻ്റർ അടിച്ച് എൻ്റർ ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ടൈം ഔട്ട് നമ്മൾ മുകളിൽ കൊടുത്ത പോലെ തന്നെ ടൈം ഔട്ട് എന്ത് പറഞ്ഞു കൊടുക്കുക? കോളർ ഇട്ടിട്ട്
നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ളത് 50 ആണെങ്കിൽ നമുക്ക് അതിനെ ഓവർ റൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ കൂട്ടി കൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ 80 90 എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ടൈം ഔട്ട് കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്, അവിടെ അല്ല എക്സ്പെക്ട് കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്. ഓക്കെ, ഇതാണ് എന്ത് ടൈം ഔട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള നമ്മൾ ചെയ്തു, വീഡിയോസ് ഓൺ ചെയ്യണതും ട്രൈസ് അതെല്ലാം ചെയ്തു. ഓക്കെ, ഇതത്രേ ഉള്ളൂ. നമ്മൾ സ്ക്രീൻഷോട്ട് പേജ് എലമെന്റിൽ എടുക്കുന്നതും വിഷ്വൽ കമ്പാരിസൺ ചെയ്തായിരുന്നോ? ചെയ്തു. വിഷ്വൽ കമ്പാരിസണും ചെയ്തു, സ്ക്രീൻഷോട്ടും ചെയ്തു. ഓക്കെ, എന്താ ഒരു മിനിറ്റ് നോക്കട്ടെ ഇനി എന്താണ് കളയ പുതിയ ടോപ്പിക് എന്ന്. എക്സൽ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ഒരു ഇൻറ്റീജർ വാല്യൂ അങ്ങനെ ഇങ്ങനെ കൊടുക്കുക, ഒരു സീരിയൽ നമ്പർ കൊടുക്കുക, പിന്നെ ഒരു ഡാറ്റ കൊടുക്കുക. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു എക്സൽ ഡാറ്റ എന്ന് പറയുന്നത് വെഹിക്കിൾ നെയിം, വെഹിക്കിൾ ബ്രാൻഡ്, നെയിം, ബ്രാൻഡ്, ഫ്യൂൽ ടൈപ്പ്, പ്രൈസ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതേപോലെ കേൾക്കണ്ടോ? കേൾക്കാൻ പറ്റും. അതുപോലെ ഒരു എക്സൽ ഷീറ്റ്, സീരിയൽ നമ്പർ, വെഹിക്കിൾ നെയിമിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, പിന്നെ അതിൻ്റെ ബ്രാൻഡ്, ഫ്യൂൽ ടൈപ്പ്, പ്രൈസ്, അങ്ങനെ ഒരു 5 കോളം വരുന്ന ഒരു ഡാറ്റയാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളത്. അപ്പം നിങ്ങളും അതുപോലെ എന്ത് ചെയ്യുക, ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുക.
ഹലോ, ഓക്കെ. ഒരു മിനിറ്റ്. ക്രിയേറ്റ് ചെയ്തോ? ഹലോ, ഇത് മതിയോ നിഷ? ആ മതി. ഇത് 4-5 ഡാറ്റ മതി. ഓക്കെ, ഇത്രയും മതി. 4 ഡാറ്റ, 4 ഡാറ്റ. നമുക്ക് ഈ ഫയലിന് ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കാം നമ്മുടെ സിസ്റ്റത്തിൽ. ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് സേവ് ചെയ്താൽ മതി. ഇതാണ് ഈ എക്സൽ ഡാറ്റ. ഈ എക്സൽ ഡാറ്റേനെ നമ്മൾ എങ്ങനെയാണ് കോഡ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യണേന്നാണ് നോക്കണേ. അപ്പോൾ ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാം. എക്സൽ ഡാറ്റേനെ റൺ ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്ത് വെക്കാം, പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുക. ഒന്നില്ലെങ്കിൽ പുറത്തുണ്ടാക്കുക, ഇതിനകത്ത് തന്നെ ഉണ്ടാക്കണമെന്നില്ല. ഇതിനകത്ത് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് റൂട്ട് ഫോൾഡറിനകത്ത് ഉണ്ടാക്കണേ. ഇതിപ്പോൾ ടെസ്റ്റിനകത്തല്ലേ വന്നേക്കുന്നത്. ടെസ്റ്റിനകത്ത് ഉണ്ടാക്കണ്ട, മെയിൻ നമ്മുടെ പ്ലെയർ ആയിട്ട് എഴുതി കൊടുത്ത് കണ്ടില്ലേ, അവിടെ ഉണ്ടാക്കുക. ഓക്കെ, ഇതിനകത്ത് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതെന്തോ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് പുറത്തിട്ടാൽ മതി. ഈ ഫോൾഡറിനകത്താണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എക്സൽ ഫയൽ റീഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമുക്ക് ആദ്യം എക്സൽ ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എക്സൽ ഫയലിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ. അത് നമുക്ക് എന്തൊരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ Excel.js എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ബ്രൗസ് ചെയ്യുക. Excel.js ബ്രൗസ് ചെയ്ത് എന്നിട്ട് അതിനകത്തുള്ള ഫസ്റ്റ് ലിങ്കിനകത്തുനിന്ന് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ npm ഇൻസ്റ്റാൾ. ഇത് കണ്ടോ, npm ഇൻസ്റ്റാൾ Excel.js, ഒരു ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ കോഡ്. ഇതാണ് ഇൻസ്റ്റാളേഷൻ്റെ താഴെ npm ഇൻസ്റ്റാൾ Excel.js. ഇത് നമ്മളുടെ ഫോൾഡറിനകത്ത് പറഞ്ഞു കൊടുക്കുക. ആദ്യമേ ഇത് ക്രിയേറ്റ് ചെയ്ത ഒരു മിനിറ്റ്. ഫോൾഡർ എക്സൽ ഫോൾഡർ എന്ന് പറയാം. എക്സൽ ഫോൾഡറിന് ഒരു ഫോൾഡറിന് ഇനി ആ ഫോൾഡറിനകത്തേക്ക് കയറിയിട്ട് വേണമെങ്കിൽ അതിനകത്ത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുക, npm ഇൻസ്റ്റാൾ Excel.js. അതല്ലേ എൻ്റർ ചെയ്ത്. ഇതുവരെ ചെയ്തോ ശ്രീജ്യോതി ആരോ? ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇതെന്താണ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എന്തായിരുന്നു ലാസ്റ്റ് വന്നേക്കുന്നത്? വാർണിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആഡ് 6 പാക്കേജ് ആർ ലുക്കിംഗ് ഫണ്ട്, ലുക്കിംഗ് ഫണ്ട് കുഴപ്പമില്ല. ഇതായത് നമ്മുടെ package.json എടുത്ത് അതിനകത്ത് വന്നിട്ടുണ്ടോ നോക്കാം. പാക്കേജ് പ്ലെയറൈറ്റ് കോൺഫിഗ് അല്ല, പാക്കേജ് അതല്ലേ, അതിനകത്ത് എക്സൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഏറ്റവും താഴെ ഡിപ്പെൻഡൻസീസിൻ്റെ അണ്ടറിൽ Excel.js വിത്ത് വേർഷനോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷനൊക്കെ ശരിയായിട്ടുണ്ട്. ഇത്രയും ചെയ്തോ? ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സൽ ഫയലിനെ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓക്കെ, നമുക്ക് ആദ്യം ഈ ഫോൾഡറിനകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു JS ഫയലാണ്, ഒരു JS ഫയൽ Excel.js എന്നോ എക്സൽ ഡെമോ JS എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് വേണം, എക്സൽ ഫയൽ, അതായത് Excel.jsൻ്റെ അണ്ടറിൽ കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സൽ ഫയൽ എടുത്ത് താഴെയുള്ള ഇത് മൊത്തത്തിലുള്ളതിനെയാണ്, അതായത് ഈ എക്സൽ ഫയൽ മൊത്തത്തിലുള്ളതിനെ നമ്മളൊരു വർക്ക് ബുക്ക് എന്ന് പറയും. ഈ വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ
ഓരോരോ ഷീറ്റുകളുള്ളത്. താഴെ കണ്ടോ ഒരു ഷീറ്റ്, ഇനി അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഷീറ്റ് കിട്ടും. അങ്ങനെ ഒരു ഷീറ്റ് ഉണ്ട്, ഓരോ വർക്ക് ബുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷീറ്റിനെ, ഈ വർക്ക് ബുക്കിനെ ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ ഓരോ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ്സ് ഏതിനകത്താണുള്ളത്? എക്സൽ ജെഎസിനകത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എക്സൽ ജെഎസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നമുക്കതിന് എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റിക്വയർ കീവേഡ്, അത് തന്നെ റിക്വയർ. നമുക്ക് എന്താണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? ബ്രേസസിനകത്ത് നോർമൽ ബ്രേസസ്, കേളിയല്ല, നോർമൽ ബ്രേസസിനകത്ത് സിംഗിൾ കോഡ്സ് ഇട്ടേ, സിംഗിൾ കോഡ്സ്. അതിനകത്ത് എക്സൽ ജെഎസ് എന്ന് കാണാം. എക്സൽ ജെഎസ് ഒന്നില്ലേ, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, എക്സൽ ജെഎസ് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഇമ്പോർട്ട് ചെയ്തേക്കാം. എക്സൽ ജെഎസ് എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് അങ്ങനെ തന്നെയാണ്, സ്മോൾ ലെറ്റർ തന്നെയാണ്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്തു. റിക്വയർ കീവേഡ് യൂസ് ചെയ്താൽ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ എന്ത് വേണം? ഇതിനെ നമുക്ക് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞു കൊടുക്കുക, കോൺസ്റ്റ് എക്സൽ ജെഎസിനല്ലേ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്, അപ്പോൾ എക്സൽ ജെഎസ് തന്നെ പറഞ്ഞു കൊടുക്കും. അത് ക്യാപിറ്റലിൽ പറഞ്ഞു, ഈ ക്യാപിറ്റലിൽ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, എക്സൽ ജെഎസ് ഈക്വൽ ടു റിക്വയർ എക്സൽ ജെഎസ്. ഓക്കെ, അത്രയും. ഓക്കെ, ഇപ്പം നമ്മൾ എക്സൽ ജെഎസിനെ ഇമ്പോർട്ട് ചെയ്തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ആവശ്യം എന്താണ്? അതിനകത്തുനിന്ന് ഓരോ വർക്ക് ബുക്ക് എടുക്കണം. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ എല്ലാം കൂടെ ഉള്ളതിനാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഈ വർക്ക് ബുക്ക് കിട്ടണമെങ്കിൽ ഈ എക്സൽ ജെഎസിനകത്ത് എന്തുണ്ട്? അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ, അടുത്ത ലൈനിലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ എക്സൽ ജെഎസ് മീൻസ് നമ്മൾ പറഞ്ഞു കൊടുത്ത കോൺസ്റ്റ് എക്സൽ ജെഎസ് ഇല്ലേ, ആ ഒരു വേരിയബിൾ ആണ്. ഡോട്ട് എക്സൽ ജെഎസ് ഡോട്ട് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ഓക്കെ, അതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്തേ. ഓക്കെ, ഇങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പോൾ ഈ നമുക്ക് എന്ത് കിട്ടി? വർക്ക് ബുക്ക് കിട്ടി. ഇനി ഓരോ വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഓരോ ഷീറ്റ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ആദ്യം എന്ത് ചെയ്യണം? കോൺസ്റ്റ് ഇതിനൊരു വേരിയബിളിനകത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്ത് വേണം? ഷീറ്റ് വേണം. അപ്പോൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഈ വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വർക്ക് ഷീറ്റ് ഗെറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ വർക്ക് ബുക്ക് ഡോട്ട് എന്ത് ചെയ്ത് കൊടുക്കണം? ഗെറ്റ് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഗെറ്റ് വർക്ക് ഷീറ്റ്. എന്നിട്ട് ബ്രേസസിനകത്ത് ഷീറ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഷീറ്റിൻ്റെ നെയിം എന്തായിരുന്നു? അവിടെ താഴെ കണ്ടില്ലേ, ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് തന്നെ സിംഗിൾ കോഡ്സിനകത്ത് പറഞ്ഞു കൊടുക്കുക. ഷീറ്റ് 1 സിംഗിൾ കോഡ്സിനകത്ത് ഇട്ടു. ഷീറ്റ് 1. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഷീറ്റ് ഗെറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് കിട്ടി. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട, ബുക്കിനകത്ത് വർക്ക് ഷീറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ഓരോ എന്ത് വേണം? ഓരോ ഡാറ്റയും വേണം. ഡാറ്റ മീൻസ് ഓരോ റോയും വേണം, ഓരോ കോളവും വേണം. അതിനകത്ത് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്ത് പോകണം? നാവിഗേറ്റ് ചെയ്ത് പോകണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്കിനി സെല്ല് ആദ്യം എന്ത് കിട്ടണം? ഓരോ സെല്ലിനെ നമുക്ക് സെപ്പറേറ്റ് കിട്ടണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഈ സെല്ലിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷീറ്റിനകത്ത് ഇതിനൊരു ഷീറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. വർക്ക് ഷീറ്റെന്നോ ഷീറ്റെന്നോ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക്, തേർഡ് ലൈൻ. ഓക്കെ, ഒരു മിനിറ്റ്, അതൊന്ന് ചെയ്യാം. ഞാൻ ഇപ്പോൾ വരാം, ഒറ്റ മിനിറ്റ്.
ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഷീറ്റിനെ കിട്ടണം. അപ്പോൾ ഈ ഷീറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ല, ഈ ഷീറ്റിനകത്ത് നമുക്ക് വേണം ഓരോ സെല്ലിനെ കിട്ടണം. അപ്പോൾ സെല്ലിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ഗെറ്റ് സെൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അതെവിടെയുള്ളത്? ഈ ഷീറ്റിനകത്താണുള്ളത്. ഓക്കെ, ഗെറ്റ് സെൽ. അപ്പോൾ ഈ സെല്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് റോയും കോളം കണ്ടോ, ആ സെൽ മെത്തേഡിന് ഹോവർ ചെയ്യുമ്പോൾ വന്നേക്കുന്ന റോ. ആർ എന്ന് പറയുന്നത് റോയാണ്, സി എന്ന് പറയുന്നത് കോളാണ്. അപ്പോൾ റോ നമ്പറും കോളം നമ്പറും പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് ഗെറ്റ് ചെയ്തെടുക്കുന്നത്, ഗെറ്റ് സെല്ല്. അപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാം. ആദ്യം എന്ത് ചെയ്ത് കൊടുക്കുക, ഇതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. കോൺസ്റ്റ് സെല്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തോ ശ്രീജ്യോതി? ആരോടും ചെയ്തോ? ഇതുവരെ മനസ്സിലായോ നമ്മൾ എന്താ ചെയ്തതെന്ന്? എക്സൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ എക്സൽ JS, അതൊരു തേർഡ് പാർട്ടിയാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണം, മൊത്തത്തിലുള്ള വർക്ക് ബുക്കിനെ ആക്സസ് ചെയ്യണം. ഈ വർക്ക് ബുക്കിനെ ആക്സസ് ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത്, എക്സൽ JSനകത്തുനിന്ന്. അതിനെ നമ്മൾ ആദ്യം എക്സൽ JSന് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് എക്സൽ JSനകത്തുനിന്ന് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു, എക്സൽ JS ഡോട്ട് വർക്ക് ബുക്ക് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ നമുക്കിനി വർക്ക് ബുക്കിനകത്തുനിന്ന് ഓരോ ഷീറ്റ് നമ്മൾ താഴെ കണ്ടില്ലേ, ഷീറ്റ് 1, ഷീറ്റ് 2. അപ്പോൾ അതിനകത്ത് നമുക്ക് ഷീറ്റ് ഗെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗെറ്റ് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഷീറ്റിൻ്റെ നെയിമാണ് പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത് ആർഗ്യുമെൻ്റ് ആയിട്ട്, അല്ലേ? സിംഗിൾ കോഡ്സിനകത്ത് ഷീറ്റ് 1 എന്ന് പാസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഷീറ്റ് 1 പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് വേണം, ഓരോ ഷീറ്റിനകത്തുനിന്നും റോയും കോളവും പറഞ്ഞു കൊടുത്തിട്ട് സെല്ല് കിട്ടണം. നമ്മുടെ ഷീറ്റ് എടുത്ത് നോക്കിയാൽ എങ്ങനെ അതിനകത്തുനിന്ന് നമുക്ക് സെല്ല് കിട്ടുക? നമ്മുടെ ഷീറ്റ് എടുത്തേ, ഓക്കെ. അതിനകത്തുനിന്ന് അതായത് ഓരോ സെല്ലെന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഇത് വേണം, ഇത് സീറോത്ത് ഇൻഡെക്സ് നമ്മുടെ അറേ പോലൊക്കെ തന്നെ 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്കിപ്പോൾ സിറ്റി എന്ന് പറയുന്ന വാല്യൂ കിട്ടണമെങ്കിൽ അതിൻ്റെ റോ നമ്പറും കോളം നമ്പറും പറഞ്ഞു കൊടുക്കണം, അല്ലേ? അപ്പോൾ ഈ ABC എങ്ങനെയുള്ളതാണ് എന്ത്, കോളം. അപ്പോൾ A മീൻസ് 0th ഇൻഡെക്സ്, B മീൻസ് ഫസ്റ്റ് ഇൻഡെക്സ്. അപ്പം കോളം നമ്പർ എത്രയാണ്, ഫസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് നോക്കിയേ, റോ നമ്പർ എത്രയാണ്, 0 1 ആണ്. അപ്പോൾ റോയും കോളും 1 ആണ്. അപ്പോൾ എനിക്ക് സിറ്റീനെ മാത്രം ഗെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ റോയും വാല്യൂം 1 എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് അതിനാണ് നമ്മൾ ഈ ഗെറ്റ് സെൽ മെത്തേഡ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് കിട്ടണം, ഇതിനകത്തുള്ള ഇപ്പം സെല്ല് കിട്ടി. അതേപോലെ തന്നെ നമുക്കിനി എന്ത് വേണം, ഓരോ റോയിനെയും ഗെറ്റ് ചെയ്തെടുക്കണം. സെല്ലിനെ പോലെ തന്നെ ഈച്ച് റോ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതും ഇവിടെ തന്നെയാണ് കിട്ടുക, ഷീറ്റിനകത്തുനിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റോ ഈക്വൽ ടു ഈച്ച് റോ. അതെന്ത് നമുക്ക് കിട്ടും, ഓരോ മെത്തേഡിനെയും ഓരോ റോയിനെയും ഗെറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യണം, ഒറ്റ പ്രാവശ്യം കിട്ടിയാൽ പോരാ. എനിക്ക് ഓരോ ഈച്ച് റോ ആണെങ്കിലും ഈച്ച് സെല്ലാണെങ്കിലും നമുക്ക് എന്ത് വേണം, ഓരോ എല്ലാ റോയും എല്ലാ കോളും എന്ത് ചെയ്യണം, ലൂപ്പ് ചെയ്ത് പോകണം. അപ്പം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇതിന് ഒരു ലൂപ്പിനകത്ത് ഇട്ട് കൊടുക്കുക. ലൂപ്പിനകത്ത് ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പൊക്കെ പഠിച്ചില്ലേ, അതേപോലെ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, ഫോർ ലൂപ്പല്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിന് 2 വേരിയബിളിലേക്ക് കൊടുത്തു, അതായത് ഗെറ്റ് റോയും ഈച്ച് റോയും പറഞ്ഞിട്ട്, ഗെറ്റ് സെല്ല് ഈച്ച് റോയും. ഓക്കെ, ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കമൻറ്റ് ചെയ്തിട്ടേടാ, ഇത് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്തിട്ട്, 2 കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്താ വേണ്ടത്, ഇപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എക്സൽ ഫയൽ റീഡ് മീൻസ് അതിനകത്തുള്ള എല്ലാ ഫയലിനെയും റീഡ് ചെയ്തെടുക്കുക. എല്ലാ ഫയൽ മീൻസ് എല്ലാ ഡാറ്റേനെയും, ഷീറ്റ് 1ലുള്ള
എല്ലാ ഡാറ്റയിലെയും എന്ത് ചെയ്തെടുക്കണം, റീഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതിന് ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പ് പോലെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, വർക്ക്ഷീറ്റ് ഡോട്ട് വർക്ക്ഷീറ്റ് ഷീറ്റ്, വെറും ഷീറ്റ് എന്താണോ കൊടുത്തേക്കുന്നത്, ഷീറ്റ് എന്നല്ല കൊടുത്തേക്കുന്നത്, ഷീറ്റ് ഡോട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് ആദ്യം റോയിന് ഫുൾ റോയിനും എന്ത് ചെയ്യണം, ഗെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈച്ച് റോ ആദ്യം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അത് എന്താണ് ഈച്ച് റോ. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു ഈച്ച് റോ വേണ്ട അതൊരു മെത്തേഡാണ്, മെത്തേഡ് പോലെ കോൾ ചെയ്തേ. ഓക്കെ, ആ മെത്തേഡിനകത്ത് എന്നിട്ടൊരു ആരോ ഫംഗ്ഷൻ പോലെ കോൾ ചെയ്യുക. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ, കോൾ ബാക്ക് ഫംഗ്ഷൻ പോലെ. ജസ്റ്റ് ബ്രേസസ് ഓപ്പൺ ചെയ്തേ. ഓക്കെ, ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ, അതായത് ഇതൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്തൊക്കെയാണ് എടുക്കുന്നത്, റോയിനെയും കോളത്തിനെയാണ് പാസ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു ആരോ ഇട്ട് കൊടുത്തേ, ഫസ്റ്റ് ഒരു ആരോ ഫംഗ്ഷൻ പോലെ. എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം, കേളി ബ്രേസസ് എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് റോ നമ്പറും കോളം നമ്പറും പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് എന്ത് വേണം, എല്ലാ റോയും വേണം, എല്ലാ റോയും വേണം. ആദ്യത്തെ കേസിൽ നമ്മൾ റോ മാത്രം നോക്കുന്നത്, അപ്പോൾ എനിക്ക് എല്ലാ റോയും വേണം. അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കുക, റോ കോമ റോ നമ്പർ, ഏത് റോയാണോ അതിൻ്റെ ഉള്ളിൽ തന്നെ, ഈച്ച് റോയുടെ ഉള്ളിൽ, ഈച്ച് റോനെ ഓവർ ചെയ്യുമ്പോൾ റോ കോമ റോ നമ്പർ, റോയും അതിൻ്റെ നമ്പറും പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഇപ്പം ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അത് ഓരോന്ന് എന്താ മീൻ ചെയ്യണേന്ന്. റോ നമ്പർ, ഓക്കെ, റോ അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഉള്ളത്, റോ നമ്പറും ഇതും. ഓക്കെ ഓക്കെ, അടുത്തത് ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇപ്പം നമ്മൾ റോയുടെ അകത്ത് കയറുക മീൻസ് എന്താണ് റോ, ഓരോ റോയും. ഇനി എനിക്ക് ആ റോയുടെ അകത്തുനിന്ന് ഓരോ സെല്ലിനെയും കൂടെ ഗെറ്റ് ചെയ്തെടുക്കണം. അതായത് ഈ റോയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള സെല്ല്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എന്ത്, ഔട്ടർ ലൂപ്പ്. ഇനി ഇതിൻ്റെ ഇന്നർ ലൂപ്പായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് ചെയ്തു, ഇപ്പം എനിക്ക് റോയുടെ അകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, റോ ഡോട്ട്, അപ്പോൾ നമ്മൾ റോ എന്ന് പറയുന്നത് ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുത്തേക്കുന്ന റോ ഡോട്ട് ഈച്ച് സെല്ല്, അതിനകത്തുനിന്ന് അതിന് മാച്ചായ സെല്ല് മാത്രം ഗെറ്റ് ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനാണ്. കണ്ടോ, സെൽ നമ്പർ, സെല്ലെന്ന് കൊടുത്താൽ സെല്ലും കോളൻ നമ്പറും രണ്ടെണ്ണം എടുത്തേക്കുന്നത്. കണ്ടോ, കോമ കോളൻ നമ്പർ, അതിനകത്ത് കൊടുത്ത പോലെ തന്നെ സെല്ല് കോമേട്ടോ, അതുണ്ടാവില്ല, അത് നമ്മൾ കൊടുക്കുന്ന വേരിയബിളാണ്. നമുക്ക് സെല്ലിന് പകരം ഇപ്പോൾ വേറെ എന്ത് വേണമെങ്കിലും കൊടുത്താൽ നമുക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ടോ, സെല്ല് കോളൻ നമ്പർ, അതുകൊണ്ട് നമ്മൾ അതാണ് അത് എടുക്കുന്നത്, ഏതാണോ സെല്ല്. ഓക്കെ, ഇനി ഒരു സ്പേസ് ഇട്ടേ. ഓക്കെ, ഇനി കോമ ഇട്ട് കൊടുത്തേ, അപ്പോൾ വർക്കാവും. ഓക്കെ, ഇനി കോളൻ നമ്പർ അടുത്തതായിട്ട് കാണിച്ചേക്കുന്നത് എന്താ, കോളൻ നമ്പർ. അപ്പോൾ അതേപോലെ തന്നെ കോളൻ നമ്പർ കൊടുക്കാം. ഇതും എന്താണ്, രണ്ട് ആർഗ്യുമെൻ്റ് ആണ് എടുക്കണം. ഓക്കെ, ഇതും ഒരു ആരോ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആരോയും കൂടെ ഇട്ട് കൊടുത്തേക്കണം, ബിറ്റ്വീൻ ഒരു ആരോയും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ എല്ലാം ആരോ ഇട്ട് കൊടുക്കുക. ആ ബ്രേസസ് ഇത് ഒരു ബ്രേസസും കൂടെ ഇട്ട്, എന്നിട്ട് എൻഡിൽ ഒരെണ്ണം കൂടെ ഇടും അവിടെ തന്നെ. ഇതുവരെ ചെയ്തോ ശ്രീജ്യോതി ആരോണോ? ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ലൂപ്പായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യം റോയുടെ ഉള്ളിൽ കയറാം, എന്നിട്ട് റോ ഇപ്പൊ 0 റോ നമ്പർ 0 ആണെങ്കിൽ ആ റോയ്ക്ക് മാച്ചായ സെല്ലിനെയാണ് പിന്നെ ഗെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സെൽ വാല്യൂ ഗെറ്റ് ചെയ്തതിന് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഈ സെല്ലിലുള്ള വാല്യൂവിനെ നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ റോയും കിട്ടിയിട്ടുണ്ട്, കോളവും കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ കോളത്തിനകത്തുള്ള വാല്യൂവിനെ വേണം. എന്നിട്ട് ഈ കോളത്തിനകത്തുനിന്ന് നമുക്ക് എന്ത് വേണം, വാല്യൂ വേണം. അപ്പോൾ ഈ വാല്യൂവിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഗെറ്റ് വാല്യൂ അല്ലേ, ഒരു മിനിറ്റ്. ഇപ്പോൾ ഇത് നമ്മൾ ഏതിനകത്താണ് വാല്യൂ കൊടുത്തേക്കുന്നത്, സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടല്ലേ, സെൽ ഡോട്ട്, ഒരു മിനിറ്റ്. ഇതിനകത്ത് സെല്ലില്ലല്ലോ, അതായത് നമ്മൾ റോ ഡോട്ട് സെല്ലിട്ട പോലെ തന്നെ
സെല്ല് കണ്ടില്ലേ, സെല്ല് കോമ കോളം നമ്പർ. അപ്പോൾ ഇതിനകത്തുനിന്ന് സെൽ ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സെൽ ഡോട്ട് വാല്യൂ. ഓക്കെ, ഈ വാല്യൂ നമുക്ക് എന്ത് കാണണം? പ്രിന്റ് ചെയ്ത് കാണണം. പ്രിന്റ് ചെയ്ത് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൺസോൾ ഡോട്ട് ലോഗ്. ഓക്കെ, അതെന്ത് ചെയ്ത് കൊടുക്കുകയാണ്? ലോഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സൽ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ബുക്കും വർക്ക്ഷീറ്റും ഒക്കെ എടുത്തു. പിന്നെ 6th ലൈനിൽ നമ്മൾ ചെയ്തേക്കുന്നത് ആദ്യം ഓരോ റോയിനെ നാവിഗേറ്റ് ചെയ്ത് പോകും. ഓരോ റോയിലേക്ക് ഗെറ്റ് ചെയ്ത് എടുത്തിട്ട് ആ റോയ്ക്ക് മാച്ചായ റോ ഡോട്ട് സെല്ലാണ് വിളിക്കുന്നത്. ആ റോയ്ക്ക് മാച്ചായ സെല്ലിനെ വിളിക്കും. എന്നിട്ട് ഇപ്പോൾ ഒരു സെല്ല് കിട്ടിയിട്ടുണ്ടാവും. സെല്ല് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റി, ഗുഡായി, അങ്ങനെ ഏതാണോ ആ ഒരു ഇത്. അപ്പോൾ അതിലത്തെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെൽ ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ് ഗെറ്റ് ചെയ്ത് വിട്ടു. ഓക്കെ, ഇനി ഇത് ഇത്രേ നമ്മൾ ചെയ്തുള്ളൂ. ഇനി ഇതിനെ റൺ ചെയ്യണം. ഇത് എന്ത് ഫയലായത്? നമ്മൾ എന്ത് ഫയലായിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? എക്സൽ JS ഫയലല്ലേ. അപ്പോൾ JS ഫയൽ എങ്ങനെയാണ് റൺ ചെയ്യുക? നോഡ് ഫയൽ നെയിം. ഓക്കെ, ഇതെന്ത് ചെയ്തു? നോഡ് ഡോട്ട് ഫയൽ നെയിം. ഇതിനകത്ത് എന്താണ് എറർ വന്നേക്കുന്നത്? നോഡ് മൊഡ്യൂൾസ്. അത് നമ്മൾ ഇമ്പോർട്ട് കോൺസ്റ്റ് യൂസ് ചെയ്തതുകൊണ്ടായിരിക്കും. ആ കോൺസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്തേടാ. കോൺസ്റ്റിന് വരെ ഇമ്പോർട്ട് യൂസ് ചെയ്ത് കോൺസ്റ്റ് അതല്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് റിക്വയർ യൂസ് ചെയ്തല്ലേ നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. അതിന് പകരം നമുക്ക് നേരത്തെ വന്ന സെയിം ഇഷ്യ, ജസ്റ്റ് ഇമ്പോർട്ട് XLJS ഇമ്പോർട്ട്, അത് ബ്രേസസിനകത്ത് കൊടുത്ത് XLJS എന്നുള്ളത് മാത്രം കേളി ബ്രേസസിനകത്ത് XLJS കേളി ബ്രേസസിനകത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രം, അതിൻ്റെ ബിറ്റ്വീൻ ഒരു ഫ്രം കൊടുക്കുക. ഓക്കെ, ഇനി ആ ബ്രേസസ് കളഞ്ഞ്, റൗണ്ട് ബ്രേസസ് കളഞ്ഞ്. ഓക്കെ ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കിയേ. സെയിം വിഷയമാണോ? ഈ ഫയൽ നെയിം, ഇത് ഫയൽ നെയിം നമ്മൾ കൊടുക്കണം അവിടെ. അത് ഫയൽ നെയിം അല്ല, അത് XLJS എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചില്ലേ എവിടെ? നമ്മുടെ നോഡ് മൊഡ്യൂൾസിനകത്ത് ഇപ്പോൾ അത് ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, അല്ല ഇതിന്റെ പാത്തിൽ പോണോ? കാരണം എറർ പറയുന്നത് cannot find module playwright /excel. അതാ ഞാൻ പറഞ്ഞത് പാത്ത്. അത് സിംഗിൾ കോഡ്സ് കളഞ്ഞ്, അതായത് മൊത്തത്തിൽ കളഞ്ഞ് പ്ലേ റൈറ്റ്. ഇത് ഇതിനകത്ത് ഈ XLJS വന്നേക്കുന്നത് നമ്മുടെ സിംഗിൾ കോഡ്സ് കൊടുത്ത്, ജസ്റ്റ് സിംഗിൾ കോഡ്സ് കൊടുക്കുക. ഓക്കെ, ഇനി അതിനകത്തുനിന്ന് നമുക്ക് എക്സലിന് അടിച്ചു കൊടുത്തേ XLJS. ഇപ്പോൾ ഇത് XLJS തന്നെയാണല്ലോ കാണിക്കുന്നത്. ഇതിൻ്റെ പാത്ത് എവിടെ? ഇത് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന പാത്ത് നമ്മുടെ നോട്ട് മൊഡ്യൂൾസിനകത്ത് ഉണ്ടാവും. നോട്ട് മൊഡ്യൂൾസ് ഒന്നെടുത്ത് അവിടെ കണ്ടോ സൈഡിൽ എക്സൽ ഫോൾഡറിൻ്റെ താഴെ നോട്ട് മൊഡ്യൂൾസ്. ഒരു മിനിറ്റ്, ഞാൻ കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. അതെ, കമ്പോർട്ട് ചെയ്യുമ്പോൾ പാത്ത് കൊടുക്കണം. XLJS വന്നിട്ടുണ്ട് നോട്ട് മൊഡ്യൂൾസിനകത്ത് തന്നെ. ഓക്കെ, അപ്പോൾ ആ പാത്ത് നോട്ട് മൊഡ്യൂൾസിനകത്താകുമ്പോൾ നോക്കട്ടെ. ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കട്ടെ. റൺ ചെയ്തോ. ഇത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. സെയിം ഇഷ്യൂ തന്നെയല്ലേ റൺ ചെയ്തപ്പോൾ? ഇത് ഇമ്പോർട്ട് ചെയ്തതിൻ്റെ പ്രോബ്ലം.
നമ്മളിപ്പോൾ ഈ ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതായത് package.jsonനകത്ത് ടൈപ്പ് മാറ്റിയിടാം. ഓക്കെ, നമ്മളിതിൻ്റെ പാത്തൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, നമ്മൾ ജസ്റ്റ് റൺ ചെയ്തല്ലേ ഉള്ളൂ. അതാ, അതായത് ഇതിൻ്റെ പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളിപ്പോൾ വർക്ക്ഷീറ്റ് പറഞ്ഞു കൊടുത്തു, ഈ എക്സൽ ഫയലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. ഇമ്പോർട്ട് ചെയ്തതിൻ്റെ കുഴപ്പമില്ല, നമ്മൾ പാത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല, അതാ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ പാത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടേ എന്ത് ചെയ്യാം, ഇതിൻ്റെ പാത്ത് ജസ്റ്റ് കോപ്പി ചെയ്ത് വയ്ക്കാം. ഒന്നില്ലെങ്കിൽ ഇതിനെ നമ്മുടെ സെയിം ഫോൾഡറിനകത്ത് തന്നെ കൊണ്ടുവന്നിടാം കേട്ടോ. എവിടെയാ പാത്ത് പറഞ്ഞു കൊടുക്കുക? വർക്ക് ബുക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കണം. നമ്മളിപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുത്തു, ഷീറ്റ് വേണം, ബുക്ക് വേണം, എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ എവിടെ നിന്നാണ് ഈ ഷീറ്റ് വേണ്ടതെന്ന് നമ്മൾ പാത്ത് പറഞ്ഞു കൊടുത്തില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു മെത്തേഡ് ജസ്റ്റ് വർക്ക് ബുക്ക് ഡോട്ട് XLX അങ്ങനൊരു അതിൻ്റെ ഫോർമാറ്റാണ്. ഏതാണ്? XLXS കാണിക്കുന്നില്ലേ? XX XLX കാണിച്ചില്ല. എന്താ കാണിക്കുന്നത്? പഴയ 2013 എന്തോ ആണെന്ന് തോന്നുന്നു. അതാണോ അതിന്റെ ഫോർമാറ്റ് എന്താ? നമ്മൾ സേവ് ചെയ്തേക്കുന്ന എക്സൽ ഫയലിന്റെ ഫോർമാറ്റ് എന്താ? നോക്കട്ടെ, നമുക്ക് സേവ് ചെയ്യാം. ആ ഫോർമാറ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കി, കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം. ബാക്കിയുള്ളവർക്ക് കിട്ടിയായിരുന്നോ ഈ XLX? ഇല്ല, അത് പോപ്പുലേറ്റ് ആയില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം, നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. XLXന് എന്താ കിട്ടാത്തത്? ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു ഫങ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് എന്താ ഒരു അസിങ്ക് ഫങ്ഷൻ അല്ല, ജസ്റ്റ് ഒരു ഫങ്ഷൻ മൊത്തത്തിൽ ഇവിടുന്ന് തൊട്ട് വർക്ക് ബുക്കിനെ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ലൈൻ തൊട്ട് ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഫങ്ഷൻ, ഈ ഫങ്ഷൻ നെയിം ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്, ഈ അണ്ടർസ്കോർ ഒന്നിട്ട് കൊടുക്കരുത്. ഫങ്ഷൻ എക്സൽ ടെസ്റ്റ്. എന്നിട്ട് ആ ബ്രേസസ് അങ്ങനെ തന്നെ എടുക്കും. അതായത് റൗണ്ട് ബ്രേസസ് ഇവിടെ അല്ല ക്ലോസ് ചെയ്യണ്ട, അവിടെ തന്നെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു കേളി ബ്രേസസ് ഇട്ടാ. ഓക്കെ, അത് എൻഡിൽ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി കോൾ ചെയ്തേടാ. ഇനി നമുക്കിതിനെ ഓരോന്നിനും, അതായത് ഈ വർക്ക് ബുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാവാസ്ക്രിപ്റ്റ് എന്താണ്, അസിൻക്രണസ് ആണ്, ലൈൻ ബൈ ലൈൻ ആയിട്ട് വർക്ക് ആവുള്ളൂ എന്നൊരു ഉറപ്പില്ല. അപ്പം നമുക്കിതിന് ഓരോന്നിനെയും അസിങ്ക് അവൈറ്റ് കീവേഡ് യൂസ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇപ്പം അസിങ്ക് അവൈറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർക്ക് ബുക്ക് ലോഡായതിന് ശേഷം വേണ്ടി മാത്രം നമുക്ക് അടുത്തത് കിട്ടിയാൽ മതി. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ജസ്റ്റ് ഇവിടെ ഈ വർക്ക് ബുക്കിൻ്റെ തൊട്ട് മുന്നേ ഒരു അവൈറ്റ് ഇട്ട് കൊടുത്ത് ഇവിടെ ഈ ഫോർത്ത് ലൈനിൽ അവൈറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ അവൈറ്റ് ഇട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം, ഫങ്ഷന് അസിങ്ക് ആക്കണം. അപ്പോൾ ഫങ്ഷൻ്റെ തൊട്ട് മുന്നേ അസിങ്ക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ അത് ഓക്കെയാണ്. ഇനി ആ വർക്ക് ബുക്ക് ഒന്നും കൂടെ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചു കൊടുത്തേടാ. വർക്ക് ബുക്ക് ഡോട്ട് എക്സൽ അതായത് അതൊന്നും കൂടെ ബാക്ക് അടിച്ചിട്ട് ഡോട്ട് എക്സ് വരുന്നില്ല. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുത്ത് നോക്കാം. ഇനി എന്തെങ്കിലും ഇഷ്യൂ വരികയാണോ നോക്കാം. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. XLX എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പാത്ത് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കുക. ബ്രേസസിനകത്ത് പാത്ത് പറഞ്ഞു കൊടുക്കുക. വിനിഷ, എൻ്റെ ഇത് വരുന്നത് ODS ആയിട്ടാണ് കാണിക്കുന്നത്, XLSX അല്ല. അതങ്ങനെ സേവ് ചെയ്യുമോന്ന് XLX പാത്തായിട്ട്? ഓക്കെ. നമ്മൾ എക്സൽ ഫയലല്ലേ റീഡ് ചെയ്യണേ. ഓക്കെ, നമ്മൾ പാത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? റീഡ് ചെയ്യല്ലേ വേണ്ടേ? അതിന് മുന്നേ XLX ഡോട്ട് റീഡ് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുക. അതൊരു മെത്തേഡാണ്. റീഡ് ഫയൽ XLX കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് റീഡ് ഫയൽ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. നമുക്ക് എന്താ വേണ്ടത്? ഇതിന് റീഡ് ചെയ്യണം. റീഡ് ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഫ് ക്യാപിറ്റൽ ഫയൽസോ എസ് ക്യാപിറ്റലോ? എഫ് ഇതിപ്പോൾ കറക്റ്റാ. ഓക്കെ, ഇത്രയും പറഞ്ഞു കൊടുത്തു. ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്തേ. ഞാനത് ഇഷ്യൂസ് വരികയാണെങ്കിൽ ഞാൻ നോക്കി പറഞ്ഞു കേട്ടോ. എവിടെയോ എന്തോ മിസ്റ്റേക്ക് പോലെ ഉണ്ട്. പാത്ത് പറഞ്ഞ ഇതിനകത്ത് ഇഷ്യൂ എന്താടാ ലാസ്റ്റ് കാണിക്കുന്നത്? സെയിം ഇഷ്യൂ ആണോ കാണിക്കുന്നത്? ഈ ബാക്ക്ഗ്രൗണ്ടിലെ എക്സൽ ഫയൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുമോ? സേവ് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്യും. ഇനി ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്തേ. സെയിം ഇഷ്യൂ. ഓക്കെ, ബാക്കി രണ്ടുപേർക്കും ഈ സെയിം ഇഷ്യൂ ആണോ വന്നത്? ഇപ്പോൾ ഈ ഇഷ്യൂ തന്നെയാണോ? ഓക്കെ, ഒരു വട്ടം കൂടെ നോക്കട്ടെ. ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനിത് നോക്കിയിട്ടേ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നാളെ നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിപ്പോൾ ഇത്രയും സേവ് ചെയ്ത് വെച്ചോ, ബാക്കി നമുക്ക് നാളെ നോക്കിയിട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. എക്സൽ ഫയൽ റീഡ് ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കി പറഞ്ഞുതരാം. താങ്ക് യു.